ഇന്ന് തനക്കുട്ടീന്റെ 5th ബർത്ത്ഡേ ആട്ടോ. അങ്ങനെ ആള് ഡ്രസ്സൊക്കെ മാറിയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേക്ക് എല്ലാ കാര്യങ്ങളും അവളുടെ ആഗ്രഹപ്രകാരം ചെയ്താട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാണ് കേക്ക് എങ്ങനെയുണ്ട്, കേക്ക് ഏതാണെന്ന്. കേക്ക് ഒരു വലിയ സർപ്രൈസിനാട്ടോ. കാരണം ഞാന് അവളുടെ അടുത്ത് പറയായിരുന്നു, അമ്മ എനിക്ക് ഹൈഡീന്റെ കേക്കാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു കേക്കാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് വേണ്ടിയിട്ട്. ഡ്രസ്സിലേക്ക് മാച്ച് ആവാത്തൊരു കേക്കായിരുന്നു. എന്നാൽ പോലും അവളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളത് ചെയ്ത് കൊടുത്തു. അങ്ങനെ ദേ ആള് കേക്കെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ചിങ്കു അതിന്റെ ഓരോ ക്യാരക്ടേഴ്സിന്റെ നെയിം ചോദിക്കുകയാണ്. അപ്പോൾ അവള് പറയാണ് ഇത് അവരാണ്, ഇത് ഇവരാണെന്നൊക്കെ അവളിങ്ങനെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം 24 മണിക്കൂറും കൊച്ചു ടിവിയാണ് കാണുന്നത്. അപ്പൊ പിന്നെ ഇത് എല്ലാവർക്കും അറിയാതിരിക്കില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ തനിക്കുട്ടിക്ക് ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അവളത് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ അൺബോക്സ് ചെയ്യാണ്. തനിക്കുട്ടീന്റെ ബർത്ത്ഡേ കേക്ക് എല്ലാം കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഇത് ഞാൻ തലേന്ന് അവളൊന്ന് വിഷ് ചെയ്യാൻ വേണ്ടി വാങ്ങി കേക്കാട്ടോ. ഈ ഒരു കേക്കും അടിപൊളിയായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഈ കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇടക്കര കേക്ക് വേൾഡ് നിന്നായിരുന്നു കേട്ടോ. ഇവിടെ ദേ ഒരുപാട് കളക്ഷൻസ് കേക്കുകൾ ഉണ്ട്. നമുക്ക് വേണ്ട പോലെ നമുക്ക് അത് അവർ ചെയ്തു തരും കേട്ടോ. നിങ്ങൾ ഏത് ഡിസൈൻ കാണിച്ചു തന്നാലും അതേപോലെ അവർ ചെയ്തു തരും. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. എന്തായാലും ഒരു വട്ടെങ്കിലും അവിടുത്തെ കേക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. എല്ലാ വർഷം അവളുടെ കൈ പിടിച്ചെന്നെ കേക്ക് കട്ട് ചെയ്യില്ല, പക്ഷെ ഇപ്രാവശ്യം അവൾ ഒറ്റയ്ക്ക് കട്ട് ചെയ്തു കേട്ടോ. അതാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മൾ അറിയില്ല. 5 വർഷമൊക്കെ എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയെ. അങ്ങനെ ഞങ്ങൾ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നെയ്ച്ചോറും അതേപോലെ തന്നെ കടായി ആയിരുന്നു കേട്ടോ. സ്കൂൾ പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മും അപ്പും പിള്ളേർ ആരും ഉണ്ടായിരുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.